വരാൻ ചെയ്യില്ല. മമ്മൂട്ടിക്ക് പണത്തെക്കാട് മമ്മൂട്ടി സ്നേഹിക്കുന്ന സിനിമയും ആക്ടിങ്ങിനെയാണ്. രണ്ടാമത്തെ കാണുന്നു കിടിലൻ പടമാണ്, ക്ലാസിക് മൂവിയാണ്. ഇത് ഓഫ് ബീറ്റ് ആണെങ്കിലും അതിൻ്റെ ഒപ്പം നല്ലൊരു ത്രില്ലറാണ്, എൻ്റർടൈനറാണ്. മമ്മൂക്ക ഇപ്പോൾ വേൾഡ് ക്ലാസ് മൂവീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നൻപകളായാലും ടൊസാക്ക് അങ്ങനെയെല്ലാം ഇതിൽ എല്ലാവരും നോമിനേറ്റ് എസ്പെഷ്യലി വിനായകൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നായികമാരും ചെയ്തിട്ടുണ്ട്. സുധീർ രാമചന്ദ്രൻ, മാളവിക മോഹൻ, പിന്നെ രജീഷ വിജയൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. മമ്മൂട്ടി നടൻ അത് ഞാൻ അടുത്താണ് മമ്മൂട്ടി ഫാൻസ് കൂടെ പറഞ്ഞാൽ അവർ എല്ലാ തരം ഫിലിംസും എൻകറേജ് ചെയ്യും. ലാലേട്ടൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ലാലേട്ടൻ ഫാൻസുകാർ സമ്മതിക്കില്ല. മമ്മൂക്ക ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ബസൂക്കയും ഡൊമിനിക്കും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വേൾഡ് ക്ലാസ് മൂവീസാണ്, ഭയങ്കര ക്ലാസിക് മൂവീസാണ്. പിന്നെ ഇത്രയും ഈ പ്രായത്തിലും ഇത്രയും ഈ സ്റ്റാർട്ട് ഉള്ളപ്പോഴും ഇങ്ങനത്തെ നെഗറ്റീവ് റോൾ ചെയ്യാനും സമ്മതിച്ചു കൊടുക്കണം, വരാൻ ചെയ്യില്ല. മമ്മൂട്ടിക്ക് പണത്തെക്കാട് മമ്മൂട്ടി സ്നേഹിക്കുന്ന സിനിമയും ആക്ടിങ്ങിനെയാണ്. ഇത് ലാലേട്ടൻ മമ്മൂക്കിലും പഠിക്കണം. കാരണം അത്രയ്ക്കും ഒരു ക്ലാസിക് മൂവിയാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് പടത്തിൽ കാണുന്ന പോലെ ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. ഒരു വേൾഡ് സിനിമകളിലിരിക്കും. സംഭവം നന്നായിട്ട് പോകും. ഈ ഫിലിം ഫെസ്റ്റിവലും പോകും, ഓടുകയും ചെയ്യും. എന്നാൽ സാധാരണ ഇങ്ങനത്തെ ഓഫ് ബീറ്റ് ഫിലിംസിൽ കുറച്ച് ബോഡി തോന്നും, പക്ഷെ ലാഗില്ല, ഒട്ടും ലാഗില്ല. ക്ലൈമാക്സിന് മുമ്പ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ഇൻ്റർവ്യൂവിന് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്. അതാരും സ്പോയിലർ പറയരുത്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. ഒപ്പം ക്ലാസ് മൂവി, നെഗറ്റീവ് റോള് പുള്ളി ചെയ്യുന്ന ഒരു സൈക്കോ ആയ വുമനൈസറാണ്. പക്ഷേ ഈ നെഗറ്റീവ് റോള് ആദ്യം വിനായകനെ കൊടുത്തത്, പുള്ളി ചെയ്തത് പുള്ളി സമ്മതിച്ചു കൊടുക്കണം. മമ്മൂക്ക് ഇപ്പോൾ ലാലേട്ടൻ താരത്തെ കാണുള്ളൂ, പക്ഷെ മമ്മൂക്കെ നടനെയാണ് ഇവിടെ കാണും. കുറേ നാളായിട്ട് ഒരു ആക്ടറും കാണിക്കില്ല. കാരണം ഇത്രയും സ്റ്റാർട്ടുള്ള സമയത്ത്, പിന്നെ അത് മാത്രമല്ല പുള്ളിയുടെ ഫാൻസുകാർ അവരെല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യും. അത് ലാലേട്ടൻ പണ്ട് നല്ല നടനുമായിരുന്നു, താരമായിരുന്നു. പക്ഷെ ഇപ്പോൾ താരം മാത്രമായി. മമ്മൂക്ക ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ടർബോ ഒരു മാസ് ഫിലിമാണ്. എനിവേ നല്ലൊരു പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.